വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് IDBI ബാങ്കിന്റെ സ്നേഹോപഹാരം. IDBI ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 പ്രൊജക്ടറുകളും 1 ലാപ്ടോപ്പും IDBI റീജിയണൽ മാനേജർ സുനിൽകുമാറും വടകര ബ്രാഞ്ച് മാനേജർ ഷൈൻ സാമുവലും ചേർന്ന് സ്കൂളിന്റെ PTA പ്രസിഡന്റ് ജയപ്രകാശ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ രാജൻ P എന്നിവർക്ക് കൈമാറി. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം, മാപ്പിള LP സ്കൂൾ മലപ്പുറം, ഇത് മൂന്നാമത്തെയാണ്. വടകര ബ്രാഞ്ചിന്റെ ഭാഗമായി പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. IDBI ബാങ്ക് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റും LIC കൂടെയുള്ള ഒരു ബാങ്കാണ്. 1964 സ്ഥാപിതമായതാണ്. ഞങ്ങൾ 60ാം വാർഷികവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളാണിത്. അപ്പം ബാങ്ക് 60 വർഷം തികയ്ക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ഞങ്ങളുടെ ഈ ചെറിയ സഹായം വളരെ എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ എത്തിച്ചേരുന്നത് ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. പ്രിൻസിപ്പൽ സാറിന്റെ പുള്ളി ഞങ്ങളുടെ പ്രതികരിച്ചത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി ഇറ്റ് ഈസ് എ റൈറ്റ് സെലക്ഷൻ. ഏറ്റവും നല്ലൊരു സെലക്ഷൻ ആയിരുന്നു ഈ സ്കൂൾ. ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന സ്കൂൾ, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. സ്ഥല പരിമിതികളുണ്ടെങ്കിലും അത്യാവശ്യം ടെക്നിക്കൽ വിദ്യകൾ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ. അത് തന്നെയായിരുന്നു ഞങ്ങൾ നോക്കിയത്. ഒരു മോസ്റ്റ് എലിജിബിൾ ബെനിഫിഷ്യറി കണ്ടുപിടിച്ച സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഈ PTA പ്രസിഡന്റ് ജയപ്രകാശ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ രാജൻ P സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിനീഷ് P നന്ദിയും പ്രകാശിപ്പിച്ചു. ഏത് രീതിയിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പഠനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഒരു സർക്കാർ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഉപകരണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് സാമ്പത്തികമായി വളരെയധികം പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ വിദ്യാലയങ്ങളും ഹൈടെക് ആക്കി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ AI കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അതിന് അനുസൃതമായിട്ടുള്ള പഠനങ്ങൾ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ PTA-യും അതേപോലെ തന്നെ അവിടുത്തെ അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ ചില സ്ഥാപനങ്ങൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാറുണ്ട്.